ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വതനിരകളിൽ ഒന്നാണ് ഹിമാലയം. ഹിമാലയത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റിന് ഏകദേശം 9 കിലോമീറ്ററുകളോളം ഉയരമുണ്ട്. ഹിമാലയത്തിൽ തന്നെ മൗണ്ട് എവറസ്റ്റോളം ഉയരമുള്ള പല പർവ്വതങ്ങളുമുണ്ട്. ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പർവ്വതനിര കൂടിയാണ് ഹിമാലയം. എന്നാൽ ഇത്രയൊക്കെ ഉയരമുണ്ടെങ്കിലും ഈ പർവ്വതനിരയ്ക്ക് ഇന്ത്യയിലെ മറ്റു പർവ്വതങ്ങളെ അപേക്ഷിച്ച് പ്രായം വളരെ കുറവാണ്. എന്തുകൊണ്ടായിരിക്കാം ഈ പർവ്വതനിരയ്ക്ക് പ്രായം കുറയാൻ കാരണം? എങ്ങനെയായിരിക്കാം ഹിമാലയം രൂപപ്പെട്ടിട്ടുണ്ടാവുക? നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഹിമാലയത്തിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പറയാം. ഏകദേശം 55 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റിൻ്റെ ഭാഗമായിരുന്ന ഇന്ത്യൻ പ്ലേറ്റ് ഓസ്ട്രേലിയൻ പ്ലേറ്റിൽ നിന്ന് അടർന്നു മാറി വടക്കോട്ട് നീങ്ങാൻ തുടങ്ങിയത്. 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ പ്ലേറ്റ് യൂറേഷ്യൻ പ്ലേറ്റുമായി കൂട്ടിയിടിച്ചു. അന്ന് അവിടെ ഉണ്ടായിരുന്ന കടലായിരുന്നു തെതിസ്. എന്നാൽ ഈ കൂട്ടിയിടി കാരണം ആ കടൽ തന്നെ ഇല്ലാതായി. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഹിമാലയവും ഇന്ത്യൻ ഉപഭൂഖണ്ഡവും ഉണ്ടായത്. എന്നാൽ എങ്ങനെയാണ് ഇന്ത്യൻ പ്ലേറ്റ് ഇത്രയും ദൂരെ സഞ്ചരിച്ച് യൂറേഷ്യൻ പ്ലേറ്റുമായി കൂട്ടിമുട്ടിയത്? ഇതിന് കാരണം ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനമാണ്. ലോകത്ത് വലുതും ചെറുതുമായ 15ഓളം ടെക്ടോണിക് പ്ലേറ്റുകളാണുള്ളത്. ഇവയുടെ ചലനം കാരണമാണ് നാം ഇന്ന് കാണുന്ന വലിയ ഭൂഖണ്ഡങ്ങളും സമുദ്രങ്ങളും ഉണ്ടായത്. എന്നാൽ എങ്ങനെയാണ് ടെക്ടോണിക് പ്ലേറ്റ് ചലിക്കുന്നത്? അതറിയണമെങ്കിൽ നമ്മൾ ഭൂമിയുടെ ഉള്ളറകളിലേക്ക് തന്നെ പോകേണ്ടി വരും. നമ്മുടെ ഭൂമിക്ക് 3 ഭാഗങ്ങളാണുള്ളത്: ക്രസ്റ്റ്, മാൻറ്റിൽ, കോർ. ഇതിൽ ക്രസ്റ്റിൻ്റെ ഭാഗത്താണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. ഇതിനെ പൊതുവെ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നു. ഈ ലിത്തോസ്ഫിയറിൽ ക്രസ്റ്റ് മാത്രമല്ല, അപ്പർ മാൻറ്റിലിൻ്റെ പാറകൾ നിറഞ്ഞ ഭാഗവും ഉൾപ്പെടുന്നു. ഇതിനെ ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ എന്ന് വിളിക്കുന്നു, അഥവാ ടെക്ടോണിക് പ്ലേറ്റുകൾ. ലിത്തോസ്ഫിയറിന് താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് ആസ്തനോസ്ഫിയർ. ഇവിടെ പാറകൾ ഉരുകിയ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്, അതായത് മാഗ്മയുടെ രൂപത്തിൽ. ലിത്തോസ്ഫിയർ ആസ്തനോസ്ഫിയറിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ അവിടുത്തെ ചൂട് കാരണം ടെക്ടോണിക് പ്ലേറ്റുകൾക്ക് ചെറിയ രീതിയിൽ ചലനമുണ്ടാകുന്നു. വർഷം തോറും 15 സെൻറ്റിമീറ്ററോളമാണ് ഇതിന് ചലനമുണ്ടാകുന്നത്. ഏകദേശം 250 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഭൂമിയിൽ പാൻജിയ എന്നൊരു ഭൂഖണ്ഡവും പന്തലാസ് എന്നൊരു വലിയ സമുദ്രവുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ വർഷങ്ങൾ കൊണ്ടുള്ള ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം കാരണമാണ് നാം ഇന്ന് കാണുന്ന തരത്തിലുള്ള ഭൂഖണ്ഡങ്ങളും സമുദ്രങ്ങളും ഉണ്ടായത്. ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനത്തിന് ഉദാഹരണമാണ് ആഫ്രിക്ക ഇന്ന് 2ആയി പിളരുന്നത്. എന്നാൽ പ്ലേറ്റുകളുടെ കൂട്ടിയിടി കാരണം എങ്ങനെയായിരിക്കും ഹിമാലയം ഉണ്ടായിട്ടുണ്ടാവുക? കാരണം ഫോൾഡിംഗ് പ്രോസസ്സാണ്. ഫോൾഡ് രൂപപ്പെടുന്നതിന് പല കാരണങ്ങളുണ്ടെങ്കിലും മടക്ക് പർവ്വതങ്ങൾ ഉണ്ടാകുന്നത് കൺവെർജൻറ്റ് പ്ലേറ്റ് ബൗണ്ടറീസ് കാരണമാണ്. 2 പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഒരു പ്ലേറ്റ് മറ്റേ പ്ലേറ്റിൻ്റെ അടിയിലേക്ക് പോകുന്നു. ഇതാണ് കൺവെർജൻറ്റ് പ്ലേറ്റ് ബൗണ്ടറീസ്. ഉദാഹരണമായി നമുക്ക് ഹിമാലയം രൂപപ്പെട്ട സാഹചര്യം തന്നെ എടുക്കാം. ഇന്ത്യൻ പ്ലേറ്റും യൂറേഷ്യൻ പ്ലേറ്റും തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ ഇന്ത്യൻ പ്ലേറ്റ് യൂറേഷ്യൻ പ്ലേറ്റിൻ്റെ അടിയിലേക്ക് പോയി. ഇത് യൂറേഷ്യൻ പ്ലേറ്റ് മുകളിലേക്ക് ഉയരാൻ കാരണമായി. ഇത് കാരണമാണ് നാം ഇന്ന് കാണുന്ന തരത്തിലുള്ള ഹിമാലയം എന്ന മടക്ക് പർവ്വതം സൃഷ്ടിക്കപ്പെട്ടത്.